ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയാണെന്ന് അവര് പറഞ്ഞു. അപ്പോ അവര് തന്നെ പറഞ്ഞു തരികയായിരുന്നു അല്ലേ? അതെ. പക്ഷേ അവര് പറഞ്ഞു തന്ന പല കാര്യങ്ങളും എനിക്ക് ഒട്ടും പരിചിതമായിരുന്നില്ല. കുടിക്കാൻ എന്തെങ്കിലും വേണോ? കുറച്ച് വെള്ളം കിട്ടിയ നന്നായിരുന്നു. ഹർഷൻ, കുറച്ച് ജ്യൂസ് എടുത്തിട്ട് വരുമോ? ഓക്കെ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ ജ്യൂസ് എടുക്കാം. സമൃദ്ധ, ഒന്നും പേടിക്കണ്ട, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളൂ. പഴയ മെമ്മറി ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോ ബോഡി ഏതെങ്കിലും തരത്തിൽ റിയാക്ട് ചെയ്യാറുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് തലവേദന, ചൂട്, വിയർപ്പ്, ശ്വാസം കിട്ടാതെ പിടയൽ, അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോ നല്ല തലവേദന ഉണ്ടാവാറുണ്ട്. ഹൂ ആർ യു? ശരിക്കും അതാണ് സമൃദ്ധയുടെ സംശയം അല്ലേ? അതെ. എന്റെ ഉള്ളിലെ ഞാൻ ആരാടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചുറ്റിലും ഞാൻ അറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ഒരു ഫീൽ എനിക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതെന്താന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സമൃദ്ധയെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഇതാരാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ, തന്റെ ഹസ്ബൻഡ് അല്ലേ ഇത്? ഈ നിൽക്കുന്ന ആരെങ്കിലും ഓർമ്മയുണ്ടോ? മോളെന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് അമ്മയ്ക്ക് മനസ്സിലായി. ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഡോക്ടർ നേരത്തെ അമ്മയോട് പറഞ്ഞായിരുന്നു ആക്സിഡന്റ് പറ്റിയപ്പോ മോൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടെന്ന്. എന്തെങ്കിലും ഞാൻ ഓർക്കാൻ ശ്രമിക്കുമ്പോഴോ എനിക്ക് തലവേദന കൂടുന്ന. ഈ തലവേദന അല്ലാതെ മറ്റെന്തെങ്കിലും പ്രോബ്ലം സമൃദ്ധിക്കുണ്ടോ? ബൈ ബർത്തുള്ള ഒരു ഹാർട്ട് പ്രോബ്ലം സമൃദ്ധിക്കുണ്ട്. സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാ. ഇതെന്താ കാർഡിയാക് MRI റിസൾട്ട് ആണല്ലോ. അപ്പോ എനിക്ക് ജന്മനാ കാർഡിയോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? കാർഡിയാക് പേഷ്യന്റിന്റെ പറയത്തക്ക ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ സമൃദ്ധയ്ക്കില്ല. പിന്നെ എന്തിനീ ടാബ്ലറ്റ്സ് ഒക്കെ സമൃദ്ധ കഴിക്കണം? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവാ. ഈ കുട്ടിക്ക് ഞാൻ ബ്ലഡ് കൊടുക്കാം. ചിപ്പിമോക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നിങ്ങൾ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. റിലാക്സ്.